വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ്. ജിജോയുടെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്ത ചീസ് ലോഗ് ഉണ്ടല്ലോ, അത് കുറേ പേര് റെസിപ്പി ചോദിച്ച കാരണം പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒന്നുമില്ല. അത് കാരണം ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ക്രിസ്മസിന് എന്തായാലും ഇതിൽ ഞാനൊരു 5-6 ടൈപ്പ് കാണിക്കുന്നുണ്ട് ചീസ് ഡിപ്പുകൾ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഹങ്കേർഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഹങ്കേർഡ് ഞാൻ തലേദിവസം ചെയ്തു വെക്കും. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഹങ്കേർഡ് ഒന്നും പ്രത്യേകിച്ച് നോക്കാനില്ല. ഡിപ്സിന് മിക്ക ഡിപ്സിനും ഹങ്കേർഡ് ആഡ് ചെയ്താൽ ഭയങ്കര നല്ല. വീട്ടിലുണ്ടാക്കുന്ന കേർഡ് വെച്ച് ബെസ്റ്റാണ്, പക്ഷേ പുളിയാവാൻ പാടില്ല. അപ്പം ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയത് കുറച്ച് പുളിയായിപ്പോയി. അത് കാരണം ഇപ്പം ഞാൻ പുറത്തുനിന്നുള്ള കേർഡ് മറ്റേ സെറ്റ് കേർഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന കേർഡ് അധികം പുളി വരാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഹങ്കേർഡ് 2 ടൈപ്പിലുണ്ടാക്കാം. ഒന്നല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു അരിപ്പേൻ്റെ അകത്ത് ഇങ്ങനെ ഒരു നല്ലൊരു ക്ലീൻ ക്ലോത്ത് വെക്കുക, തൈര് ഇതിലോട്ട് ആഡ് ചെയ്യുക, അടിയിൽ വെള്ളം കളക്ട് ചെയ്യും, ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ഹങ്കേർഡ് കിട്ടും. ഇപ്പം ഞാൻ രണ്ടും കാണിക്കാം കേട്ടോ. ഇതാണെങ്കിൽ ഈസിയാണ്, തുണിയുടെ ഒന്നും ആവശ്യമില്ല. ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, പിറ്റേ ദിവസത്തേക്ക് നല്ല കട്ടിയായിട്ടുള്ള കേർഡ് റെഡി ആയിട്ടുണ്ടാവും. ഒട്ടും പുളി ഇല്ലാത്ത ഹങ്കേർഡ് വേണം കേട്ടോ. അപ്പോൾ അത് കാരണം വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ തൈര് പുളിയാവണേക്കാൾ മുമ്പ് വേണം നമ്മൾ ഈ ഹങ്കേർഡ് ചെയ്ത് വെക്കാനായിട്ട്. 2 കപ്പ് കേർഡ് നമ്മുടെ കേർഡ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, എന്തായാലും ഓർഡർ ചെയ്തോ. ഈസിയാണ്, ഡിപ്സ് എല്ലാം ഈസിയാണ്, പക്ഷേ ഹങ്കേർഡ് വേണം. ഇങ്ങനെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. കാണാമോ വെള്ളം ഇതുപോലെ കളക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പയിൽ തുണി വെക്കുക, ആൻഡ് 2 കപ്പ് കേർഡ് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ 3-4-5 ടൈപ്പ് ചെയ്യണ കാരണം കുറച്ച് കൂടുതൽ ഹങ്കേർഡ് വേണം. അതാണ് ഇപ്പം ഇങ്ങനെ കെട്ടി വെക്കാൻ പോണേ. ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ സ്പേസ് ഉള്ള പോലെ കുഴിവുള്ള പാത്രം എടുക്കണം, അല്ലെങ്കിൽ വെള്ളം മുട്ടി ഇങ്ങനെ നിൽക്കും. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ട് ഇങ്ങനെ പാത്രത്തിലോട്ട് വെക്കുക, അല്ല അരിപ്പയിലോട്ട് വെക്കുക, ആൻഡ് ഫ്രിഡ്ജിൽ വെക്കുക. സ്പേസ് വേണം. ഇതിപ്പോൾ ചെറിയ പാത്രമായി പോയി, ഇതിങ്ങനെ പൊന്തിയിരിക്കണം. കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന സെറ്റ് കേർഡ് ആയതുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ ഹങ്കേർഡാകും. വീട്ടിലുണ്ടാക്കണമെങ്കിൽ ഓവർനൈറ്റ് വെക്കുമ്പോഴാണ് നല്ല കട്ടിയായിട്ടുള്ള ഹങ്കേർഡ് കിട്ടുന്നത്. ഞാൻ കപ്പ് മാറ്റിയിട്ട് കുറച്ചുകൂടി ഡെപ്തുള്ള പാത്രം വേണം. ആൻഡ് ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയിട്ട് അരിപ്പയിലോട്ട് വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. രണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇതാണ് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന മിക്ക സാലഡ്സിനും ഡയറ്റിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സിങ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല കാര്യത്തിന് ഈ ഹങ്കേർഡ് ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചോ, വൈകാതെ നമ്മൾ എൻ്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഓരോന്ന് കാണാം. ബാക്കി ഇനി നാളെ. അപ്പോൾ ഇനി രാവിലെ ഹങ്കേർഡ് എടുത്തിട്ട് ക്രീം ചീസായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ആ ചീസിൻ്റെ ലോഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, റൗണ്ട് ബോൾ ഷേപ്പിൽ ചെയ്യാം, ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ 2 ഷേപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചീസ് ഡിപ്സ് കഴിയുമ്പോൾ 2-3 വെറൈറ്റി ഞാൻ കാണിക്കുന്നുണ്ട്. ചീസ് ഡിപ്സ് കഴിയുമ്പോൾ ഈ ഹങ്കേർഡ് കൊണ്ട് ഞാനൊരു സാലഡ് ഡ്രസ്സിങ് കാണിച്ചു തരാം. അതാണ് എൻ്റെ ലഞ്ച്. അത് കാരണം അതും കൂടി കാണിക്കുന്നുണ്ട്. ഇത് കണ്ട, നമ്മൾ തുണിയിൽ കെട്ടിവെച്ചാലും ഈ ഒരു ഇതിൽ ഉണ്ടാക്കിയാലും ഹങ്കേർഡ് സെയിം തന്നെ ആയിട്ട് വരും, നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഹങ്കേർഡ്, നമ്മൾ തിക്കായിട്ടുള്ള ഹങ്കേർഡ് 1 കപ്പ്. നമ്മൾ 2 കപ്പ് തൈരായിട്ട്, അപ്പോൾ അത് പിറ്റേ ദിവസം ഓവർനൈറ്റ് ഇരുന്ന് കഴിയുമ്പോൾ അതൊരു 1 കപ്പായിട്ട് മാറും. വെള്ളം ഫുൾ പോയിട്ട് ഈ ഹങ്കേർഡ് ഈ ഡിപ്പിന് കൂടുതലും പേര് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് ഈ ഹങ്കേർഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഇഷ്ടം, കുറേ കൂടെ ലൈറ്റായിട്ട് തോന്നാറ്. അപ്പോൾ ഹങ്കേർഡ് ആൻഡ് ക്രീം ചീസ് ഞാൻ ഈ കമ്പനീൻ്റെയാണ് യൂസ് ചെയ്യുന്നത്, ഡിലക്റ്റ എന്ന് പറഞ്ഞിട്ട്. ഇതുണ്ട്, കൂടുതൽ നല്ലത് ഇതാണ്. അല്ലെങ്കിൽ കിട്ടുന്ന നിങ്ങൾ മിൽക്കി മിസ്റ്റ് ആണെങ്കിലും അമുലിൻ്റെയൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ക്രീം ചീസ് കുറച്ച് നമ്മൾ ഹങ്കേർഡിനേക്കാളും കുറച്ച് ക്വാണ്ടിറ്റി, ഒരു 1/4 കപ്പും കൂടി കൂടുതൽ വേണം. അപ്പോൾ ഞാൻ 1.25 കപ്പ് ക്രീം ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ പാടായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് റോൾ ചെയ്യാൻ പാടായിട്ട് തോന്നിയാൽ കുറച്ചുകൂടി ക്രീം ചീസ് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഹങ്കേർഡ് ഉണ്ടാക്കുമ്പോൾ അടിയിൽ കളക്ട് ചെയ്യുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കാൻ നല്ല ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ് ഈ വാട്ടർ. നന്നായിട്ട് മിക്സ് ചെയ്യാം ആൻഡ് ടേസ്റ്റ് ചെയ്യുക. ഇനി ചീസിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെങ്കിൽ ചീസ് കുറച്ചുകൂടി ആഡ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് കൺഫ്യൂഷനും ഒന്നുമില്ല കേട്ടോ. കാണുമ്പോൾ നമ്മൾ, പക്ഷേ ഡിഷ് കാണുമ്പോൾ നിങ്ങൾ നെട്ടിപ്പോവും, ബട്ട് ഈസിയാണ്. ഇനി നമ്മുടെ ക്ലിം ഫിലിം ഉണ്ടല്ലോ, അതിങ്ങനെ നിരത്താം. 2 ലെയർ വേണം കേട്ടോ. 2 ലെയർ ഇത് വെട്ടി ഇത്രയും ഒരു നമ്മുടെ ഒരു കൈയിൻ്റെ ലെങ്ത്തിൽ എടുത്തിട്ട് 2 ലെയർ വെക്കുക. ആൻഡ് നമ്മൾ മിക്സ് ചെയ്ത ചീസ് നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണേ. ഇതിനി ബോൾ ഷേപ്പിൽ ഉണ്ടാക്കാം, ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ബോൾ ഷേപ്പിലാണെങ്കിൽ നമ്മുടെ ഒരു കപ്പിൽ ഇത് വെച്ചിട്ട് ഈ ക്ലിം ഫിലിം വെച്ചിട്ട് അതിലേക്ക് വേണം ഈ ചീസ് ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് റോൾ ചെയ്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. ഞാൻ ഇത്രയും ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വേറൊരു ചെറിയ ബോൾ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇനി ഫുള്ളൊന്ന് ഷേപ്പ് ചെയ്യുക. ഷേപ്പ് ചെയ്തില്ലെങ്കിലും എയർടൈറ്റായിട്ട് കവർ ചെയ്യുമ്പോൾ ഷേപ്പ് ആയിക്കോളും. ഇതൊരു ഞാൻ അന്ന് ജിജോയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതിൻ്റെ 1/4 ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ക്രിസ്മസിനൊക്കെ ഒരു 15 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തോ. ഇത് നല്ല ഫാസ്റ്റ് മൂവിങ് സാധനമാണ്, അത് കാരണം പേടിക്കാണ്ട് ധൈര്യമായിട്ട് എടുത്തോ ഡബിൾ ക്വാണ്ടിറ്റി.
എയർ ടൈറ്റായിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഈ ഷേപ്പ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇനി ഒരു 1 hour എന്തായാലും ഇരിക്കണം. ഞാൻ അന്ന് ഓവർനൈറ്റ് വെച്ചു. അങ്ങനെ സമയമില്ലെങ്കിൽ 1 hour എന്തായാലും ഇരുന്നാൽ ഒന്ന് നമുക്ക് റോൾ ചെയ്യാൻ പറ്റുള്ളൂ ഫ്രൂട്ട്സിലൊക്കെ, ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ. കണ്ടോ ഈ ഒരു ഷേപ്പ്. ഈ ബോൾ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ബോൾ ഷേപ്പ് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് പകുതി മതി. അപ്പോൾ ഇതുപോലത്തെ ഒരു ബൗളിലോട്ട് ഈ ക്ലിം ഫിലിം വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ചീസ് ആഡ് ചെയ്യുക. ചീസ് ആൻഡ് കേർഡ്, ഹങ് കേർഡ്. ചിലർ ഈ ചെഡർ ചീസും കൂടി മിക്സ് ചെയ്യും. ബട്ട് എനിക്ക് ചെഡർ ചീസ് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് ഫീൽ ചെയ്യും. അത് കാരണം ഞാൻ ചെഡർ ചീസ് മിക്സ് ചെയ്യില്ല. എനിക്ക് ഹങ് കേർഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ചീസ് ആയതുകൊണ്ട് അങ്ങനെ ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് കുറച്ച് ലൈറ്റായിട്ടിരിക്കണം ഇഷ്ടം, കാര്യം ചീസാണെങ്കിലും. എന്നിട്ടിങ്ങനെ നന്നായിട്ട് കെട്ടിയിട്ട് ഒരു ബോൾ പരുവത്തിലാക്കി വെക്കാം. ഞാൻ വേറൊരു ഐഡിയ പറയാം. ഇങ്ങനെ കുട്ടി ബോൾസായിട്ട് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന പല ടോപ്പിംഗ് കൊടുക്കാൻ പറ്റും കേട്ടോ. അതും ഒരു നല്ല ഐഡിയ. ബട്ട് ഇതിപ്പോൾ എല്ലാം കൂടി എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല. അത് കാരണം ഇങ്ങനൊരു ഒറ്റ ബോളും ഈ ഒരു ലോഗായിട്ടാണ് കാണിക്കുന്നത്. ക്രിസ്മസ് ട്രീയുടെ ഷേപ്പും നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഫ്രിഡ്ജിൽ ഞാൻ പറഞ്ഞില്ലേ 1 hour എന്തായാലും വേണം. ഓവർനൈറ്റ് ഇരുന്നാൽ നല്ല ഒരു കട്ടിയായിട്ട് വരും. അപ്പോൾ എപ്പോഴും ഓവർനൈറ്റ് വെക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ വെക്കണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, 2 ദിവസം മുമ്പ് തൈരിട്ട് വെക്കണം. തൈര് എന്നിട്ട് വൈകുന്നേരം കെട്ടി വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഈ ചീസ് ലോഗിന് മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കണം. ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ റോൾ ചെയ്താൽ മതി. പിന്നെ സിമ്പിളാണ്. നെക്സ്റ്റ് ഗ്രേപ്പ് ഡിപ്പ്. അതെൻ്റെ ഓർഡേഴ്സിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ പാർട്ടി ഓർഡേഴ്സിൽ ഏറ്റവും കൂടുതൽ പോയിരുന്ന ഡിഷാണ് കേട്ടോ ഗ്രേപ്പ് ഡിപ്പ്. ഈ സെയിം ചീസിൻ്റെ ഫില്ലിങ് തന്നെയാണ്, ക്രീം ചീസും ഹങ് കേർഡും. അത് മാത്രമേ ഉള്ളൂ. ബട്ട് ഡിപ്പിൻ്റെ സോസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഗ്രേപ്സ് വെച്ച് ചെയ്യണം. ഇപ്പോൾ സീസണാണ് ഈ ഗ്രേപ്സിൻ്റെ. അതാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം, ഈ ഗ്രേപ്സിൻ്റെ. അല്ലെങ്കിൽ എനിക്ക് ഈ റെസിപ്പി ആർക്കും പറഞ്ഞു കൊടുക്കാൻ വലിയ ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ ഓർഡേഴ്സിലെ ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ട്. ബട്ട് പറയാതെ വേറെ വഴിയില്ല. ഇപ്പോൾ മാത്രമേ ഉള്ളൂ സീസൺ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഗ്രേപ്സ് ഒന്ന് ക്ലോസപ്പ് എടുത്തോ. ഈ ഗ്രേപ്സ് ഇത് തന്നെ വേണം, സീഡ്ലെസ് ബ്ലാക്ക് ഗ്രേപ്സ്. നന്നായിട്ട് വാഷ് ചെയ്യുക. ഞാനൊരു 500 grams ഗ്രേപ്സ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് റോസ്റ്റ് ചെയ്യണം അവനിൽ, ഒലിവ് ഓയിലും ഉപ്പും ഇട്ടിട്ട്. ഇതൊരു മധുരമുള്ളൊരു ഡിപ്പാട്ടാ, ബട്ട് മസ്റ്റ് ട്രൈ ആണ്. സോൾട്ട് ഒരു പിഞ്ച് മതി സോൾട്ട്. പിന്നെ ഒലിവ് ഓയിൽ, കുക്കിംഗ് ഒലിവ് ഓയിൽ, അതൊരു 1 teaspoon. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യാൻ വെക്കാം. ബേക്ക് ഓർ റോസ്റ്റ് ഏതായാലും കുഴപ്പമില്ല. ഉപ്പും ഒലിവ് ഓയിലും ഇട്ടിട്ട് ഒരു 10 minute റോസ്റ്റ് ചെയ്യാൻ വെക്കുക, ഒരു 180-ൽ. ഇത് ക്രിസ്മസിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഡിഷാട്ടാ. ഒന്നും നോക്കണ്ട, ട്രൈ ചെയ്തോ. ഒരുമാതിരി എല്ലാ ഡിപ്പിനും ഈ സെയിം മിക്സ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ചീസും നമ്മുടെ ക്രീം ചീസും ഹങ് കേർഡും. അപ്പോൾ അത് തന്നെയാണ് ഈ ഗ്രേപ്പ് ഡിപ്പിനും യൂസ് ചെയ്യേണ്ടത്. പ്രസൻറ്റേഷൻ വേറെയാണെന്ന് മാത്രം. ഇതുപോലെ ഇതിൻ്റെ നടുക്ക് വേണം എന്നിട്ട് ഗ്രേപ്പ് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്യുന്ന ഗ്രേപ്പും അതിൻ്റെ ആ ഫില്ലിങ് ഇടാനായിട്ട്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കാം. ഈ ഒരു ഡിഷ് ക്രിസ്മസിൻ്റെ ടൈമിൽ ഈ ഗ്രേപ്സ് കിട്ടണ സമയം എപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയേ പറ്റൂ. ഇതുപോലെ ഈ പ്ലേറ്റ് ഫുള്ള് ചെയ്യാം. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല കേട്ടോ. കാണുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആ ഗ്രേപ്പിൻ്റെ കളറും കൂടി വരുമ്പോൾ ഇത് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും ഈ ഡിഷ്. അപ്പോൾ 500 grams ഗ്രേപ്സ് ആണല്ലോ മേടിച്ചത്. 250 grams നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്യാൻ വെച്ചു. ആൻഡ് 250 grams ഇതുപോലെ ചെറുതായിട്ടായിരുന്നു മിക്സ് ചെയ്യാനായിട്ട് രണ്ടും കൂടി. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. റോസ്റ്റ് ചെയ്ത ഗ്രേപ്സും ഈ ഫ്രഷ് ഗ്രേപ്സും ഇതായിട്ടുണ്ട്. നമ്മുടെ ഗ്രേപ്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ട ഇതുപോലെ റോസ്റ്റ് ആവണം, നല്ല ടേസ്റ്റ്. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഈ വെള്ളം മിക്സും ചെയ്യരുത്. സോ നമ്മൾ നേരത്തെ ഗ്രേപ്പ് ഡിപ്പിന് വേണ്ടിയിട്ടുള്ള ചീസ് ഫില്ലിങ് ഇങ്ങനെ ലെയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇങ്ങനെ ക്ലിം ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അതിൻ്റെ മേലെ ഈ നമ്മൾ ഉണ്ടാക്കിയ ഗ്രേപ്പിൻ്റെ ഡിപ്പ് ഒഴിക്കും. അതാണ് ഡിഷ്. ഇപ്പോൾ ഫ്രഷായിട്ട് ചോപ്പ് ചെയ്ത ഗ്രേപ്സ്, അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത ഗ്രേപ്സ് വെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാനായിട്ട്. അധികം വെള്ളം വേണ്ട, ഇതുപോലെ മാറ്റിയിട്ട് വേണം. ഇനി ഇതിലോട്ട് ഹണി ആഡ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് മാഷ് ചെയ്തേക്ക്. അധികം മാഷ് ചെയ്താൽ വെള്ളമാകും. അങ്ങനെ വെള്ളം വരരുത്. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ്, നേരിയൊരു ഉപ്പും കൂടി ഉള്ളപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഞാൻ ഹണി ആഡ് ചെയ്യാം. ഹണി ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മതി. ഞാനൊരു 1 teaspoon ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മധുരമായി നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യാം. ഒലിവ് ഓയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഹണി വേണമെങ്കിലും ആഡ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല, എന്തായാലും ടേസ്റ്റ് വരും. ഓൺലി തിങ് ഗ്രേപ്സ് നന്നായിട്ട് റോസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും റോസ്റ്റ് ആയിട്ട് വേണം ടേസ്റ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ഡിപ്പ് ഉണ്ട്, ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് സെർവ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുമ്പ് വേണം ഹങ് കേർഡിൻ്റെ മിക്സിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഹണിയും ആഡ് ചെയ്യുന്നുണ്ട്.
ബിക്കോസ് ഇത്തിരി പുളിയുണ്ട്. എനിക്കിത്തിരി മധുരം ഇഷ്ടമാണ്. മധുരവും ഉപ്പും കൂടി മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് പതിയൊന്ന് മാഷ് ചെയ്യട്ടെ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി സെർവ് ചെയ്യുന്ന വരെ റെഫ്രിജറേറ്റ് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് സെർവ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ ഹങ്കേർഡിൻ്റെ ഡിപ്പ് ഉണ്ടല്ലോ, ഹങ്കേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്താൽ മതി. സെർവ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. വെള്ളം ഇല്ലാതെ വേണം നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട്. ഇനി തണുപ്പിക്കാൻ വെക്കട്ടെ. ലാസ്റ്റ് മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യണത് കാണിക്കാം. അല്ല, സെറ്റ് ചെയ്യണമല്ല, സെർവ് ചെയ്യണത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചീസ് ലോഗിനുള്ള ചീസും റെഫ്രിജറേറ്റ് ചെയ്യാൻ വെച്ചു, ഗ്രേപ്പ് ഡിപ്പിനുള്ള സാധനങ്ങളും റെഫ്രിജറേറ്റ് ചെയ്യാൻ വെച്ചു. ഇനി 2 ഡിപ്സ് സേവറി പോലെ സെർവ് ചെയ്യാനുള്ള, മധുരം ഇല്ലാത്ത, ഒരെണ്ണം നോൺ വെജും ഒരെണ്ണം ടൊമാറ്റോ ബേസും. അപ്പോൾ ആദ്യം ടൊമാറ്റോ ബേസ് ചെയ്യാം. ഇനി ചെറി ടൊമാറ്റോൻ്റെ ആണ് ആദ്യം ചെയ്യാൻ പോണേ. ചെറി ടൊമാറ്റോ 200 grams ഇങ്ങനെ ഫുൾ ഹോൾ ചെറി ടൊമാറ്റോ ആയിട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എൻ്റെ പാസ്ത അല്ല സ്പെഗറ്റി ആൻഡ് ബീഫിൽ കണ്ടിട്ടുണ്ടാവും ഈ ചെറി ടൊമാറ്റോ റോസ്റ്റ് ചെയ്തിട്ട്. ഞാൻ എപ്പോഴും എല്ലാ സാലഡ്സിലും ഇത് യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള ചെറി ടൊമാറ്റോ ഒലിവ് ഓയിലും ഉപ്പും ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റോസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഒലിവ് ഓയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ഉപ്പും ഇട്ടിട്ട് പെപ്പറും ഇടാം വേണമെങ്കിൽ. ഇപ്പോൾ ബേസിലിൻ്റെ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ബേസിലും ആഡ് ചെയ്യാം, പക്ഷേ അത് ഇത്തിരി കരിഞ്ഞു പോകും, പക്ഷേ ഫ്ലേവർ നല്ലതായിരിക്കും. ഇനി റോസ്റ്റ് ചെയ്യട്ടെ. നേരത്തെ നമ്മൾ ഗ്രേപ്സ് ചെയ്തില്ലേ, അതുപോലെ 160 to 180 ബിറ്റ്വീൻ വെച്ചാൽ മതി. ബട്ട് ഇത് എല്ലാ കാര്യത്തിനും ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറി ടൊമാറ്റോസ് റോസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുണ്ട്. അതുപോലെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേർക്കും ഇഷ്ടമാണ് ഈ സ്പെഗറ്റിയിലൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് റോസ്റ്റ് ആകുമ്പോഴത്തേനും ബാക്കി ചെയ്യാം. ഇത് കണ്ട, ടൊമാറ്റോസ് റോസ്റ്റ് ചെയ്യുമ്പോൾ ബേക്കായാലും ചെയ്താൽ മതി. റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ വരും, ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ട്. എന്നിട്ട് ഇനി ഫ്രഷ് ടൊമാറ്റോയോടെ മിക്സ് ചെയ്യണം. അതാണ് ഡിഷ്. നമ്മുടെ റോസ്റ്റ് ചെയ്ത ചെറി ടൊമാറ്റോസിലോട്ട് ഫ്രഷ് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ടൊമാറ്റോ മീഡിയം സൈസ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആൻഡ് ബേസിൽ, ഫ്രഷ് ബേസിൽ ലീവ്സ് അതില്ലെങ്കിൽ മാത്രം ഡ്രൈഡ് ആഡ് ചെയ്താൽ മതി. ഡ്രൈഡ് ആഡ് ചെയ്യുന്നത് ഞാനങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ആക്ച്വലി ഫ്ലേവർ വൈസ് ഭയങ്കര വ്യത്യാസമാണ് ഡ്രൈഡ് ആഡ് ചെയ്യുമ്പോൾ. പിന്നത്തെ മെയിൻ സാധനം നമ്മുടെ ബാൽസമിക് വിനീഗർ. ഇത് ടൊമാറ്റോസിൻ്റെ കൂടെ നന്നായിട്ട് പോകും. അത് കാരണം ബാൽസമിക് വിനീഗർ എന്തായാലും ആഡ് ചെയ്യണം. ഇനി തീരെ ഇല്ലെങ്കിൽ മാത്രം നമ്മുടെ വൈറ്റ് വിനീഗർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യാം. ആൻഡ് ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആൻഡ് ഗാർലിക് ഒരു 1/4 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് സെർവ് ചെയ്യാൻ നേരത്തെ എടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് ഏകദേശം ബ്രഷ്യേറ്റയുടെ ടേസ്റ്റ് പോലെ തന്നെ വരും. സെർവ് ചെയ്യണത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഒറിഗാനോ റോസ്മേരിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റായത്. പാസ്തയിലോട്ടൊക്കെ ഇതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് ഇങ്ങനെയാണ്. ടൊമാറ്റോ ഗ്രേവിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ ചങ്ക്സ് ആയിട്ട് കിടക്കുന്നതാണ്. നെക്സ്റ്റ് ചിക്കൻ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ സ്മോക്ഡ് ഹാമാണ് യൂസ് ചെയ്യണത്, ചിക്കൻ ഹാം. ശരിക്കും നമുക്ക് റോ ആയിട്ട് ആഡ് ചെയ്യാം ചീസിലോട്ട്. ഇവിടെ റോ ആയിട്ട് ആഡ് ചെയ്താൽ ഇവിടെ കഴിക്കില്ല. അത് കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഫ്ലെയിമിൽ ഒരുപാട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ബേക്കണും ആഡ് ചെയ്യാം. ബേക്കൺ ആണെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ബേക്കൺ വേണം ആഡ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ആവണുള്ളൂ. ബുഫേയുടെ ആണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്താൽ മതി. എൻ്റെ ചീസ് മിക്സ് തീർന്നു പോയി. അപ്പോൾ വീണ്ടും ക്രീം ചീസ്, ഹങ്കേർഡ് ഇത്രയും മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത ഹാം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യും ചൂടാറി കഴിയുമ്പോൾ. അപ്പോൾ ക്രീം ചീസും ഹങ്കേർഡ് മിക്സ് ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ ചെയ്യണുള്ളൂ കേട്ടോ. മെയിനായിട്ട് സ്പ്രിംഗ് അനിയൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്യുക, നല്ലൊരു ഫ്ലേവർ വരും. ആൻഡ് ഗാർലിക്ക് അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊരു 1/4 ടീസ്പൂണൊക്കെ ചെറുതായിട്ട് അരിയണം ആഡ് ചെയ്യുക ഈ മിക്സിലോട്ട് തന്നെ. ഇതും നല്ലൊരു ഡിപ്പാണ്. ഇനി സെർവ് ചെയ്യേണ്ട സാധനങ്ങൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി ഒരു ഡ്രോപ്പ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്യണം. അപ്പോഴാണ് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ വരും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചിപ്സിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഹാമും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഹാം ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഈ ഹാമിൽ ഉപ്പുള്ള കാരണം ഞാൻ ഈ മിക്സിൽ ഉപ്പിട്ടിട്ടില്ല. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്തിരി നീളത്തിലായിപ്പോയേ, ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. ബിക്കോസ് ഈ ഡിപ്പ് നല്ല ടേസ്റ്റാണ് ആക്ച്വലി. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസ് ഞാൻ പറയാം. ഹണി വേണമെങ്കിൽ ഒഴിക്കാം, മധുരമായിട്ട് കഴിക്കണമെങ്കിൽ ഹണി ഒഴിക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കുറച്ച് പോമഗ്രാനറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് റോൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണം കുറച്ചും കൂടി എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ല സ്മൂത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി കുറച്ച് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് പോമഗ്രാനറ്റ് ആഡ് ചെയ്യാം. ഇത് നല്ല ഡിപ്പാണ്, ധൈര്യമായിട്ട് ട്രൈ ചെയ്തു. ഹാം ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഹാം ഇല്ലെങ്കിൽ ഈ പോമഗ്രാനറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹാമും ഈ ചെറിയൊരു മധുരം വരുമ്പോൾ നല്ല, അത് കാരണമാണ് ഞാൻ ആഡ് ചെയ്തത്. സെർവ് ചെയ്യണത് ഞാൻ ലാസ്റ്റ് മിനിറ്റ് കാണിക്കാം. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ചീസ് ലോഗ് ഉണ്ടല്ലോ, നമ്മുടെ ക്രിസ്മസിൻ്റെ മെയിൻ, അത് സെറ്റ് ചെയ്യാം. ഇനി ഇത് കവർ ചെയ്യാൻ പോണേ ഡ്രൈഡ് ക്രാൻബെറി,
ബദാം, നമ്മുടെ ആൽമണ്ട്സ്, വാൾനട്ട്സ്, പിസ്ത ആൻഡ് അത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം എടുക്കാം. ബട്ട് ക്രാംബറി എന്തായാലും മസ്റ്റാണ്. ആൻഡ് പാസ്ലി ലീവ്സും വേണം ഒരു ഭംഗിക്ക്. എല്ലാം ഇതുപോലെ പൊടി പോലെ അരിയണം. അതാണ് ഇതിൻ്റെ മെയിൻ തിങ്. ആൻഡ് റോസ്മേരി കൂടി ഇതിൽ ആഡ് ചെയ്യണം. ഫ്രഷ് റോസ്മേരി ആട്ടോ ഞാൻ ആഡ് ചെയ്യണേ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ആഡ് ചെയ്യണം നല്ലത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ നട്ട്സിൽ ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ പുറത്ത് നമ്മുടെ ചീസ് ലോഗ് കോട്ട് ചെയ്യാൻ പോണ ഡ്രൈ നട്ട്സിൻ്റെ മിക്സ് ചെയ്യട്ടെ. പാസ്ലി ഇതിപ്പോൾ നിങ്ങൾക്ക് തലേദിവസം റെഡിയാക്കി വെക്കാം കേട്ടോ, ഈസി ആയിട്ട്. ഈ ഒരു ഡിപ്പ് ഇനി കാണാൻ നല്ല ഭംഗിയാണ്, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ആരാണെങ്കിലും നെട്ടിപ്പോവും. നമ്മുടെ ചീസ് ലോഗ് സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി ഈ ഡ്രൈ നട്ട്സിൽ നേരത്തെ റെഡിയാക്കിയ ഡ്രൈ നട്ട്സിലൊന്ന് റോൾ ചെയ്താൽ മതി. വുഡൻ ഏതെങ്കിലും പ്ലേറ്റ് എടുക്കണമായിരിക്കും നല്ലത് കേട്ടോ, വുഡൻ ട്രേ ഏതെങ്കിലും. ഇനി റോൾ ചെയ്യട്ടെ. അപ്പം നമ്മുടെ നട്ട്സിൻ്റെ മിക്സ് ആദ്യം ആഡ് ചെയ്യുക. ആൻഡ് ചീസിൻ്റെ റോള് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് ആക്ച്വലി എല്ലാ സൈഡിലും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. എല്ലാം ചെറുതായിട്ട് അരിയണമാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഇനി ഇത് സെർവ് ചെയ്യാൻ പോണത് ഹോട്ട് ഹണി, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഹണിയുടെ കൂടെ. അത് ഞാൻ ഇപ്പം കാണിക്കാം. ഇത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. സൈഡിലൊക്കെ ഇടാം. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചീസിൻ്റെ ബോൾ അല്ല, ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിക്സിൽ റോൾ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, റൗണ്ട് ബോൾ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യണില്ല കേട്ടോ, ബിക്കോസ് എല്ലാവർക്കും പല സാധനങ്ങളാണ് ഇഷ്ടം. ഇനി കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഹണിയാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാൻ പോണേ. അത് എല്ലാത്തിനും നല്ല കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കുറേ ചീസ് ഇതിന് നല്ല. അപ്പോൾ അതിന് ഹണി വേണം, ചില്ലി ഫ്ലേക്സ് വേണം, റോസ്മേരി വേണം, മെയിൻ തിങ് ആപ്പിൾ സൈഡഡ് വിനീഗർ വേണം. അതില്ലെങ്കിൽ മാത്രം വൈറ്റ് വിനീഗർ ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹണി ഒരു 1/4 കപ്പ് ആഡ് ചെയ്യുക. ആൻഡ് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഞാനൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ശരി, എരിവുള്ളത് നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. ആൻഡ് ആപ്പിൾ സൈഡഡ് വിനീഗർ 2 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയൊരു തിക്നെസ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യുക. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഭയങ്കര എരിവ് വേണ്ട, പക്ഷേ എരിവ് വേണം, അങ്ങനത്തെ ഒരു. ആൻഡ് ഫ്രഷ് റോസ്മേരി ഒരു 2 പിഞ്ച്. ലോ ഫ്ലെയിമിൽ വെക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ മതി. ഇനി ഇത് അരിച്ച് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് കാരണം അത് എന്തായാലും അരിക്കാൻ മറക്കരുത്. നമ്മുടെ സ്പൈസി ഹണി ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് ബഗറ്റാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഫ്രഞ്ച് ടോസ്റ്റിൽ ഓർഡർ ചെയ്തു. എപ്പോഴും തലേദിവസം ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ബഗറ്റ് ഒരെണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവനിൽ ബേക്ക് ചെയ്യാം. ഇനി ബഗറ്റ് ടോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് കുറച്ച് കുക്കിംഗ് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ബഗറ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇനി ഒരു 8 മിനിറ്റൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്താൽ മതി. ഒരു 160-ൽ മേലെയും കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഡ്രിസിൽ ചെയ്യണേ, അതാണ് ടേസ്റ്റ്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത അവനിലോട്ട് വെക്കുക. ആൻഡ് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. പെട്ടെന്ന് കരിഞ്ഞു പോകുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണേ. കരിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് സെർവ് ചെയ്യാനായിട്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ബഗറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് വേണം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. ഇനി സെർവ് ചെയ്യുന്നേക്കാളും തൊട്ട് മുമ്പ് ചൂടാറിയ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹണിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ലോഗിലോട്ട് ആഡ് ചെയ്യും. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ആൻഡ് ബഗറ്റായിട്ട് സെർവ് ചെയ്യാം. നെക്സ്റ്റ് ടിപ്പ് നമ്മുടെ ഗ്രേപ്പ് ഡിപ്പ്. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഒരുമാതിരി ഇന്ന് ഉണ്ടാക്കിയ എല്ലാ ഡിഷസും തന്നെ മസ്റ്റ് ട്രൈ ആണ്. ഒന്ന് മിക്സ് ചെയ്യാട്ടോ. ഫ്രിഡ്ജിലിരിക്കുമ്പോൾ കട്ടി പിടിച്ചിരിക്കും. വെള്ളം വീഴാണ്ട് ഇത് ആഡ് ചെയ്യാം നടുക്കോട്ട്. എപ്പോഴും സെർവ് ചെയ്യുന്നേക്കാളും തൊട്ട് മുമ്പ് വേണം ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്യാം മുകളിൽ. ഇതും ബഗറ്റിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യേണ്ടത്. തീർന്നു. ഇനി ടൊമാറ്റോ ബ്രഷിയായിട്ട് സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ ബഗറ്റ് വെക്കാം ചൂടാറിയിട്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ടൊമാറ്റോ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഫില്ല് ചെയ്യുക. ആൻഡ് നമ്മുടെ ചീസ് മിക്സ് ഉണ്ടല്ലോ, ഹങ്കേർഡും ചീസും കൂടി ആയിട്ടുള്ളത്, അത് മേലെ വെക്കാം കുറച്ച്. ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എനിക്കൊന്നും പറയാനില്ല. ആൻഡ് ഒലിവ് ഓയിൽ മേലെ, ഒലിവ് ഓയിൽ മസ്റ്റാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഒറിഗാനോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി സെറ്റ് ചെയ്യാം. ഇതെപ്പോഴും വുഡൻ ട്രേയിൽ സെർവ് ചെയ്യാനാണ് ഭംഗി. ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ജോർജിക്ക് ഇല്ല. ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ സോഗി ആയി പോകും. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് വേണം സെറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന് കാണിക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വുഡൻ ട്രേയിൽ സെർവ് ചെയ്യുമ്പോൾ ഇത് ട്രേ ഫുള്ളായിട്ടിരിക്കണം. ഇനി നമ്മുടെ ഹാം ആൻഡ് ചീസ് മിക്സ് ഞാൻ നാച്ചോസിൻ്റെ കൂടെ സെർവ് ചെയ്യണേ. പ്ലെയിൻ നാച്ചോസാണ് ആക്ച്വലി വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇത് ലേസിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അത് ഞാൻ ലാസ്റ്റ് പറയട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നി. ഞാൻ പറയാം അതെന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട്.
ഇതൊന്നും അതേ ചീസാണ്, അതിൻ്റെ കൂടെ ചീസ് നാച്ചോസും കൂടി വരുമ്പോൾ കുറച്ച് ഓവറാണ്. ചില്ലി നമ്മുടെ ചീസ് ലോഗ് വിത്ത് ഹോട്ട് ഹണി ട്രൈ ചെയ്യട്ടെ. ബാഗറ്റിൻ്റെ പുറത്ത് ഹണി ഒഴിക്കുമ്പോൾ അധികം ഹണി വേണ്ട കേട്ടോ. ചീസിൻ്റെ ഫ്ലേവർ മുന്നിൽ നിന്നിട്ട് ഹണി ഇത്തിരി കുറവാണ് നല്ലത്. ബട്ട് സ്പൈസി ആയതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ടിരിക്കണം നല്ല ലൈറ്റാണ്. പക്ഷേ ചീസിൻ്റെ ഭയങ്കര ഒരു മട്ടിപ്പൊന്നുമില്ല. ഇനി നമ്മുടെ ടൊമാറ്റോ ബ്രഷറ്റ്, പ്രോപ്പർ ബ്രഷറ്റ് ഒന്നുമല്ല, അതിൽ ഹങ്കൗട്ടൊന്നും യൂസ് ചെയ്യില്ല. ഞാനങ്ങനെ യൂസ് ചെയ്യാണ് കൂടുതൽ, കുറച്ച് എക്സ്പെൻസ് പ്രൈസ് കുറയ്ക്കാം എന്നുള്ളതിൽ. ടേസ്റ്റ് ചെയ്തിട്ട് പേഴ്സണലി എനിക്ക് ആദ്യത്തേനേക്കാളും എനിക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ. ഭയങ്കര ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് പിടിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവർ. ബേസിലും കൂടി വന്നിട്ടേ. അടുത്ത ഗ്രേപ്പ് ഡിപ്പ് ട്രൈ ചെയ്യട്ടെ. എനിക്ക് ഈ മധുരം അത്രയും ഇഷ്ടമില്ലാത്ത കാരണം ഇത് ഇഷ്ടാവുമെന്ന് എനിക്ക് പേഴ്സണലി ചിലപ്പോൾ നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ഭയങ്കര നല്ല കേട്ടോ. പുളിയും കൂടി വന്നപ്പോൾ ആക്ച്വലി ചീസ് ലോഗിനേക്കാളും എനിക്ക് ഇത് ഇഷ്ടമായത്. മധുരത്തിൽ എനിക്കിതാ ഈ ഗ്രേപ്പ് ഡിപ്പായി ഇഷ്ടമായത്. ചീസ് ലോഗ് നല്ല, പക്ഷേ ഇതിനൊരു പുളിയും കൂടി വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ നേരത്തെ പറഞ്ഞ സാലഡ് ഇല്ല കേട്ടോ, വയറ് നിറഞ്ഞു. ഇനി നമ്മുടെ ഹാം ഡിപ്പ് ഒന്ന് ട്രൈ ചെയ്യട്ടെ. അയ്യോ എല്ലാം പൊടിഞ്ഞു പോയി. നല്ല കേട്ടോ. ഓൺലി തിങ് പ്ലെയിൻ നാച്ചോസാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ആക്ച്വലി പൈനാപ്പിൾ, നമ്മുടെ ക്യാൻ പൈനാപ്പിൾ ഇല്ലേ, അതാണ് ഈ പോമഗ്രാനൈറ്റിനേക്കാളും ചീസായിട്ട് ചേർന്ന പോലെ തോന്നണേ. അതില്ലെങ്കിൽ ഇത് ആഡ് ചെയ്താൽ മതി. നാച്ചോസ് ഇല്ലെങ്കിൽ നമ്മുടെ ടാപ്പിയോക്ക ചിപ്സ് ഉണ്ടല്ലോ, കപ്പ ചിപ്സ്, അതായാലും മതി. പുറത്തുനിന്നുള്ള ഒരാളുടെ അഭിപ്രായം നോക്കട്ടെ. കുറേ നേരം ഇത് കണ്ടിട്ട് എല്ലാത്തിൻ്റെയും പറയണം, 4 എണ്ണത്തിൻ്റെയും പറയണേ. ഇതെങ്ങനെയുണ്ട്, നല്ലല്ലേ? ഇനി അടുത്തത് എല്ലാം ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ആക്ച്വലി ഗ്രേപ്പിൻ്റെ ടേസ്റ്റ് വന്നിട്ടേ വെറുതെ അല്ല ഇതെൻ്റെ ഓർഡേഴ്സിൽ കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഓർത്തു ഇതെന്താ ഇത്രയും സിമ്പിൾ സാധനം ഇത്രയും എല്ലാവരും ഓർഡർ ചെയ്യുമായിരുന്നു. ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ബ്രഷറ്റ്, നമ്മുടെ ടൊമാറ്റോ ബ്രഷറ്റ്, അത് ടോട്ടലി വേറെ അല്ലേ, പുളിയല്ലേ. ട്രൈ. ക്യാമറമാൻ മുടി ജീവിട്ടില്ലാന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ വന്നിട്ടില്ല, സോറി. എങ്ങനെയുണ്ട്? ആദ്യം ഏതാ ഇഷ്ടമായത്? ഗ്രേപ്പ് ഇഷ്ടം, മധുരമുള്ള ഇഷ്ടമായത്. പക്ഷേ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇഷ്ടാവില്ലേ? ഓപ്ഷൻ അല്ല. ഇനി അടുത്തത് ഞാൻ ട്രൈ ചെയ്യട്ടെ. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കറക്റ്റ് അഭിപ്രായം പറയണേ. ഇത് ഞാൻ എടുത്ത് കണ്ടുപിടിച്ചല്ലേ ജിജോയുടെ ബർത്ത്ഡേക്ക്, പക്ഷെ അന്ന് ഹിറ്റായിരുന്നു. ബട്ട് പേഴ്സണലി എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്. ക്യാമറമാൻ്റെ ഇഷ്ടം നോക്കട്ടെ. ക്യാമറമാൻ ബാക്കിയല്ല, ഇവിടെ ഷാഹിദ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാൻ സമയമില്ല. നോക്കി ഇതിനകത്ത് എന്താ എന്തെങ്കിലും ഇത് ഏതാ ഇഷ്ടമായത്? അതൊന്നല്ല. അപ്പോൾ എനിക്ക് തോന്നണേ മധുരം ഇഷ്ടമുള്ളവർക്ക് രണ്ടും നല്ല ഓപ്ഷനാണ്. നമ്മുടെ ചീസ് ലോഗും നല്ല ഓപ്ഷനാണ്, ഗ്രേപ്പും നല്ല ഓപ്ഷനാണ്. എനിക്ക് പേഴ്സണലി ഗ്രേപ്പാണ് ഇഷ്ടമായത്. അതും നല്ല. നന്നായി വിശക്കുന്നുണ്ടല്ലേ? ഇനി ഹാമിൻ്റെ സാധനം ട്രൈ. ലാസ്റ്റ് ഓപ്ഷൻ എനിക്ക് ഈ ഹാമിൻ്റെ സാധനം ലാസ്റ്റ് ഓപ്ഷൻ. ഹാം സിംഗിൾ ഏത് ചീസായിട്ട് ട്രൈ ചെയ്താ? അത് ശരി, എന്നാലും ട്രൈ ചെയ്ത് പറ്റൂ. ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്യാൻ പൈനാപ്പിളാണ് എനിക്ക് ഒരു നല്ലൊരു കോമ്പിനേഷൻ പോലെ തോന്നണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നാച്ചോസിൻ്റെ കൂടെ. അത് ശരി, ഇന്നത്തെ ലഞ്ച് ഇതാട്ടാ. ബൈ.